ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വിരമിക്കുന്ന ശാരദാ മുരളീധരന് സർപ്രൈസ് വിരുന്നൊരുക്കിയ വകുപ്പ് ജീവനക്കാർ. ഒപ്പം ജോലി ചെയ്ത സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ചേർന്നാണ് സ്നേഹ സായാഹ്നം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തുടനീളമുള്ള 400ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു. മേലധികാരി എന്നതിനപ്പുറത്തേക്ക് ഇവിടെ കൂടിയ ഓരോരുത്തർക്കും പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായിരുന്നു ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. അതുകൊണ്ട് തന്നെയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീണ്ടുകിടക്കുന്ന ആ സൗഹൃദങ്ങൾ ഇന്നലെ ചീഫ് സെക്രട്ടറിയുടെ സ്വന്തം കലാലയത്തിൽ ഒത്തുചേർന്നത്. വിവിധ വകുപ്പുകൾ, പല സ്ഥാപനങ്ങൾ, ഒന്നിച്ചു പഠിച്ചവർ, സൗഹൃദം പങ്കുവച്ചവർ, അങ്ങനെ നിരവധി പേരാണ് ശാരദാ മുരളീധരന് സർപ്രൈസ് നൽകാനെത്തിയത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിലായിരുന്നു കൂടുതൽ സമയവും പ്രവർത്തന മേഖല. ജനകീയാസൂത്രണം മുതൽ മാലിന്യമുക്ത നവകേരളം പദ്ധതികൾ വരെ പങ്കെടുത്തവർ ഓർത്തെടുത്തു. കുടുംബശ്രീ പ്രവർത്തകർ മുതൽ ഹരിതകർമ്മസേന വോളണ്ടിയർമാർ വരെ അനുഭവങ്ങൾ പങ്കുവച്ചു. വനിതകളിൽ വിപ്ലവമായി മാറിയ കുടുംബശ്രീ ഇനിയും ഒരുപാട് വളരണമെന്ന ചീഫ് സെക്രട്ടറി. കുടുംബശ്രീ എന്ന് പറയുന്നത് കേരളത്തിലെ ഓരോ വീട്ടിലും സ്ത്രീക്ക് ഇടമുണ്ടാക്കി, പൊതുസ്ഥലങ്ങളിൽ ഇടമുണ്ടാക്കി. ആ ഇടങ്ങളിലൊക്കെ തന്നെ അവളുടെ പ്രസക്തി എന്ത് എന്നുള്ളത് അറിയിക്കാനുമായിട്ടുള്ള ഒരു അവസരമായിട്ട് കുടുംബശ്രീ മാറിയിട്ടുണ്ട്. ഇനി അധികം മാറാനുണ്ട്. കൂടെ പഠിച്ചവർക്കും പറയാൻ കഥകൾ ഏറെയാണ്. SSLC മുതൽ പഠിച്ചിടങ്ങളിലെല്ലാം 1ാം സ്ഥാനം നേടിയ ശാരിയെ സഹപാഠികൾ ഓർത്തെടുത്തു. 50 വർഷം കഴിഞ്ഞിട്ടും വലിയ ശക്തമായിട്ടുള്ളൊരു കൂട്ടുകെട്ട് നമുക്ക് ഇപ്പോഴും തുടരാൻ പറ്റുന്നത് അത് ആ സ്കൂളിലെ അനുഭവത്തിൻ്റെയും നമ്മുടെ അടുപ്പത്തിൻ്റെയും പ്രത്യേകതയാണ്. നാളെയാണ് ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ശാരദാ മുരളീധരൻ പടിയിറങ്ങുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.